അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇസ്ലാമിക ചരിത്രത്തിലെ തുല്യതയില്ലാത്ത ഒരു മഹാത്യാഗത്തിന്റെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. സത്യവിശ്വാസികളുടെ മാതാവായ മദീനയുടെ മണ്ണിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ പ്രിയപ്പെട്ട അനുചരന്മാരുടെയും ജീവിതത്തിൽ നടന്ന ഹൃദയസ്പർശിയായ ഒരു സംഭവമാണിത്. മനുഷ്യനും പ്രകൃതിക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒരു വലിയ നന്മ എങ്ങനെയാണ് ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു മഹാദാനമായി മാറിയതെന്ന് നമുക്ക് ഈ ചരിത്രത്തിലൂടെ കാണാം. വിശ്വാസികൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത ആ കാലഘട്ടം ഏറെ പ്രയാസങ്ങൾ നിറഞ്ഞതായിരുന്നു. അവിടെ അവർക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് കുടിവെള്ളത്തിന്റെ ദൗർബല്യമായിരുന്നു. ആ സന്ദർഭത്തിൽ മദീനയിലെ ജനങ്ങളുടെ ദാഹം മാറ്റാൻ മുന്നിട്ടിറങ്ങിയത് പ്രവാചകന്റെ ഉറ്റ അനുചരനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹത്തിന്റെ ആ വലിയ മനസ്സിനെക്കുറിച്ചും റൂമ എന്നു പേരുള്ള ആ വിഖ്യാതമായ കിണറിനെക്കുറിച്ചുമുള്ള ചരിത്രം നമുക്ക് വരും ഭാഗങ്ങളിൽ വിശദമായി കേൾക്കാം. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും വലിയൊരു ഊർജമായിരിക്കും ഈ ചരിത്രം. അള്ളാഹുവിന്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ച് നടത്തുന്ന ഓരോ പ്രവൃത്തിയും എങ്ങനെയാണ് ഇരട്ടിയായി നമുക്ക് തിരിച്ചു ലഭിക്കുന്നത് എന്ന് നോക്കൂ. നമുക്ക് ആ ചരിത്രത്തിലേക്ക് കടക്കാം. കിണറിന്റെ ചരിത്രം മൈനസ് വിപുലമായ വിവരണം. മദീനയുടെ ചരിത്രത്തിൽ സ്വർണലിപികളാൽ എഴുതപ്പെട്ട ഒരു മഹാത്യാഗത്തിന്റെ കഥയാണിത്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുചരന്മാരും മക്കയിലെ പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് മദീനയിലേക്ക് ഹിജ്റ വന്ന കാലമായിരുന്നു അത്. മക്കയിൽ നിന്നും സർവസ്വവും ഉപേക്ഷിച്ചു വന്ന മുഹാജിറുകൾക്ക് മദീനയിലെ കാലാവസ്ഥയും സാഹചര്യങ്ങളും പുതിയതായിരുന്നു. അവിടെ അവർ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന് കുടിവെള്ളത്തിന്റെ ലഭ്യതക്കുറവായിരുന്നു. മദീനയിൽ മധുരമുള്ള വെള്ളം ലഭിക്കുന്ന കിണറുകൾ വളരെ കുറവായിരുന്നു. അക്കാലത്ത് മദീനയിലെ ജനങ്ങൾ പ്രധാനമായും ആശ്രയിച്ചിരുന്നത് റൂമ എന്നു പേരുള്ള ഒരു കിണറിനെയായിരുന്നു. ഈ കിണർ വളരെ ആഴമുള്ളതും വറ്റാത്ത നീരുറവയുള്ളതുമായിരുന്നു. എന്നാൽ ആ കിണറിന്റെ ഉടമസ്ഥൻ മുസ്ലിം ആയിരുന്നില്ല, മറിച്ച് ദയാദാക്ഷിണ്യമില്ലാത്ത ഒരു ജൂതനായിരുന്നു. മദീനയിലെ കുടിവെള്ളക്ഷാമം മുതലെടുത്ത് അയാൾ വെള്ളത്തിന് വലിയ വില ഈടാക്കി. ഓരോ തുള്ളി വെള്ളത്തിനും ജനങ്ങൾ അയാൾക്ക് പണം നൽകേണ്ടി വന്നു. തന്റെ സഹോദരങ്ങൾ വെള്ളത്തിനായി കഷ്ടപ്പെടുന്നത് കണ്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ദുഃഖിതനായി. പ്രവാചകൻ തന്റെ അനുചരന്മാരെ വിളിച്ചു ചോദിച്ചു, റൂമ കിണർ വിലയ്ക്ക് വാങ്ങി അത് വിശ്വാസികൾക്കായി വഖഫ് ചെയ്യാൻ ആരുണ്ട്? എങ്കിൽ സ്വർഗത്തിൽ അള്ളാഹു ഇതിനേക്കാൾ മനോഹരമായ ഒരു ഉറവ അയാൾക്ക് നൽകുന്നതാണ്. ഈ പ്രഖ്യാപനം കേട്ടപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ദാനശീലനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ കിണറിന്റെ ഉടമസ്ഥനായ ജൂതനെ കാണാൻ ചെന്നു. അദ്ദേഹം ആ കിണർ മുഴുവനായി വിലയ്ക്ക് ചോദിച്ചെങ്കിലും ലാഭക്കൊതിയനായ ജൂതൻ അത് വിൽക്കാൻ തയ്യാറായില്ല. കാരണം അയാളുടെ പ്രധാന വരുമാന മാർഗം ഈ കിണറായിരുന്നു. എങ്കിലും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പിന്മാറിയില്ല. അദ്ദേഹം ഒരു പുതിയ കരാർ മുന്നോട്ട് വെച്ചു. കിണറിന്റെ പകുതി അവകാശം തനിക്ക് വിൽക്കുക എന്നതായിരുന്നു അത്. അതായത് ഒരു ദിവസം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും അടുത്ത ദിവസം ജൂതനും എന്ന രീതിയിൽ മാറി മാറി കിണർ ഉപയോഗിക്കാം. വലിയൊരു തുക പകരമായി കിട്ടുമെന്ന് കണ്ടപ്പോൾ ജൂതൻ ആ കരാറിന് സമ്മതിച്ചു. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കിണറിന്റെ പകുതി ഉടമസ്ഥാവകാശം നേടി. തന്റെ ദിവസം വന്നപ്പോൾ അദ്ദേഹം ജനങ്ങളെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമായ വെള്ളം ഈ കിണറ്റിൽ നിന്നും ഇന്ന് സൗജന്യമായി എടുത്തുകൊള്ളുക. ഇതിന് ആരും പണം നൽകേണ്ടതില്ല. ജനങ്ങൾ സന്തോഷത്തോടെ കിണറ്റിലേക്ക് ഒഴുകിയെത്തി. അവർ അന്നത്തെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടാതെ അടുത്ത ദിവസത്തേക്കുള്ള വെള്ളവും അന്ന് തന്നെ ശേഖരിച്ചു വെച്ചു. ഇതോടെ അടുത്ത ദിവസം ജൂതന്റെ ഊഴം വന്നപ്പോൾ വെള്ളം വാങ്ങാൻ ആരും ചെന്നില്ല. എല്ലാവരുടെയും കയ്യിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സൗജന്യമായി നൽകിയ വെള്ളമുണ്ടായിരുന്നു. തന്റെ കച്ചവടം പൂട്ടുമെന്ന് മനസ്സിലാക്കിയ ജൂതൻ ഒടുവിൽ ബാക്കി പകുതി കൂടി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് വിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ കിണർ മുഴുവനായി അദ്ദേഹം വാങ്ങി മുസ്ലിങ്ങൾക്കും മദീനയിലെ മറ്റുള്ളവർക്കുമായി തുറന്നുകൊടുത്തു. മാത്രമല്ല ആ കിണറിന് ചുറ്റുമുള്ള സ്ഥലം വാങ്ങി അദ്ദേഹം അവിടെ ഒരു വലിയ ഈന്തപ്പന തോട്ടം തന്നെ നിർമ്മിച്ചു. ആ കിണറിൽ നിന്നും വെള്ളം നനച്ച് ആ തോട്ടം സമൃദ്ധമായി വളർന്നു. ഇന്നും മദീനയിൽ ആ തോട്ടം നിലനിൽക്കുന്നുണ്ട്. സൗദി ഗവൺമെന്റ് ഇന്നും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ആ തോട്ടം സംരക്ഷിക്കുന്നു. അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം പാവപ്പെട്ടവർക്കായി ഇന്നും ചെലവഴിക്കുന്നു. ഒരു മനുഷ്യൻ തന്റെ സമ്പത്ത് അള്ളാഹുവിന്റെ പ്രീതിക്കായി ചെലവഴിച്ചാൽ അത് യുഗങ്ങളോളം നിലനിൽക്കുമെന്നതിന്റെ വലിയ ഉദാഹരണമാണ് റൂമ കിണർ. മഹാന്മാരായ സ്വഹാബികളുടെ ജീവിതം ഇത്തരത്തിലുള്ള ഒട്ടനവധി പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ സ്വന്തം പ്രയാസമായി കണ്ട് സഹായിക്കാൻ അവർ കാണിച്ച ആ മനസ്സ് എന്നും ലോകത്തിന് മാതൃകയാണ്. അള്ളാഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സേവനങ്ങളെ സ്വീകരിക്കുകയും
അദ്ദേഹത്തിന് ഉന്നതമായ സ്വർഗം നൽകുകയും ചെയ്യട്ടെ. ഈ ചെറിയ കഥയിലൂടെ നാം പഠിക്കുന്നത് നന്മയുടെ പാതയിൽ സമ്പത്ത് ചെലവഴിക്കുന്നത് ഒരിക്കലും നഷ്ടമുണ്ടാക്കില്ല എന്നാണ്. വരും തലമുറകൾക്കും ഈ ചരിത്രം ഒരു വലിയ ഊർജമായി എന്നും നിലനിൽക്കും. മദീനയിലെ ആ വിശുദ്ധ മണ്ണിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പാകിയ നന്മയുടെ വിത്തുകൾ എങ്ങനെയൊക്കെയാണ് വളർന്നതെന്ന് നമുക്ക് നോക്കാം. ഈ കിണർ വാങ്ങിയതോടുകൂടി മദീനയിലെ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. വെള്ളത്തിനായി പണമില്ലാതെ വിഷമിച്ചിരുന്ന പാവപ്പെട്ടവർക്കും യാത്രക്കാർക്കും അതൊരു വലിയ അനുഗ്രഹമായി മാറി. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാരുണ്യത്തിന്റെ പ്രായോഗിക രൂപമായിരുന്നു ആ കിണർ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ കിണർ ജനങ്ങൾക്കായി വിട്ടുകൊടുത്തപ്പോൾ അദ്ദേഹം ഒരു നിബന്ധനയും വെച്ചിരുന്നില്ല. മുസ്ലിംകൾക്കും മുസ്ലിം അല്ലാത്തവർക്കും ഒരുപോലെ അവിടെ നിന്ന് വെള്ളം ശേഖരിക്കാമായിരുന്നു. ഈ വിശാല മനസ്കത കണ്ട് പലരും ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടു. കേവലം ഒരു കിണർ എന്നതിലുപരി അതൊരു വലിയ തോട്ടമായി വികസിക്കാൻ തുടങ്ങി. കിണറ്റിലെ സമൃദ്ധമായ വെള്ളം ഉപയോഗിച്ച് ആ പരിസരത്ത് ധാരാളം ഈന്തപ്പനകൾ വെച്ചുപിടിപ്പിച്ചു. കാലങ്ങൾ കടന്നുപോയപ്പോൾ ആ പ്രദേശം മദീനയിലെ ഏറ്റവും മനോഹരമായ ഒരു കൃഷിഭൂമിയായി മാറി. ഈ ചരിത്രത്തിന്റെ ഏറ്റവും അത്ഭുതകരമായ വശം എന്താണെന്ന് വെച്ചാൽ 1400-ലധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ന പേരിൽ ഇന്നും മദീനയിൽ ഒരു ബാങ്ക് അക്കൗണ്ട് നിലവിലുണ്ട് എന്നതാണ്. ആ കിണറിനോട് ചേർന്നുള്ള ഈന്തപ്പന തോട്ടത്തിൽ നിന്നുള്ള വരുമാനം ഇന്നും ആ അക്കൗണ്ടിലേക്കാണ് എത്തുന്നത്. ഈ പണം ഉപയോഗിച്ച് മദീനയിലെ പാവപ്പെട്ടവർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകുന്നു. ഒരു മനുഷ്യൻ മരിച്ചാലും അദ്ദേഹം ചെയ്ത നന്മകൾ ലോകാവസാനം വരെ നിലനിൽക്കുമെന്ന പ്രവാചക വചനത്തിന്റെ ജീവിക്കുന്ന തെളിവാണ് ഈ സംഭവം. പിൽക്കാലത്ത് വന്ന ഭരണാധികാരികളെല്ലാം ഈ കിണറിനെ വളരെ ആദരവോടെയാണ് സംരക്ഷിച്ചത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിന്റെ ഭരണകാലത്തും അതിനുശേഷവും മദീനയിലെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമായി ഈ കിണർ നിലകൊണ്ടു. അക്കാലത്തെ മുസ്ലിങ്ങൾ തങ്ങളുടെ സമ്പത്ത് എങ്ങനെയാണ് സമൂഹത്തിന്റെ നന്മയ്ക്കായി ഉപയോഗിക്കേണ്ടതെന്ന് ഇതിലൂടെ കാണിച്ചു തന്നു. ദാനം ചെയ്യുന്നത് സമ്പത്ത് കുറയ്ക്കുകയല്ല, മറിച്ച് അതിൽ വലിയ ബർക്കത്ത് അഥവാ ഐശ്വര്യം നിറയ്ക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഈ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നബിതങ്ങളുടെ കാലത്ത് നടന്ന ഈ സംഭവം ഇന്നും ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ വലിയൊരു പാഠമാണ്. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന മനസുഖം മറ്റൊന്നിലും ലഭിക്കില്ല. സ്വന്തം സുഖത്തേക്കാൾ ഉപരിയായി അയൽക്കാരന്റെയും സഹോദരന്റെയും ദാഹം മാറ്റാൻ കാണിച്ച ആ വലിയ മനസ്സിനെയാണ് ചരിത്രം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ന് വിളിക്കുന്നത്. ആ കിണറിലെ ഓരോ തുള്ളി വെള്ളവും ഇന്നും വിളിച്ചു പറയുന്നത് ഇസ്ലാമിന്റെ കാരുണ്യത്തെക്കുറിച്ചാണ്. മദീനയിലെ വെയിലിന്റെ ചൂടിൽ തളർന്നു വരുന്ന ഏതൊരു യാത്രക്കാരനും ആ കിണറിലെ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ അറിയാതെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനായി പ്രാർത്ഥിച്ചു പോകും. ലോകമുള്ള കാലത്തോളം ആ പ്രാർത്ഥനകൾ തുടർന്നുകൊണ്ടേയിരിക്കും. വലിയ പ്രതിസന്ധികൾക്കിടയിലും തളരാതെ നന്മ ചെയ്യാൻ നമുക്കിത്തരം ചരിത്രങ്ങൾ വലിയൊരു കരുത്താണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ദാനധർമ്മങ്ങൾ സ്വീകരിക്കുകയും നമ്മയും ആ പാതയിൽ സഞ്ചരിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യും. മദീനയിലെ മണ്ണിൽ ഇന്നും ആദരവോടെ സ്മരിക്കപ്പെടുന്ന ഈ ചരിത്രം വെറുമൊരു കഥയല്ല, മറിച്ച് തലമുറകൾക്ക് കൈമാറാൻ കരുതിവെച്ച വലിയൊരു സന്ദേശമാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ കിണർ ജനങ്ങൾക്കായി സമർപ്പിച്ചപ്പോൾ അത് കേവലം ഒരു ദാനമായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന ലോകത്തിന് മുഴുവൻ മാതൃകയാക്കാവുന്ന ഒരു വലിയ വികസന പദ്ധതിയുടെ തുടക്കമായിരുന്നു. കാലങ്ങൾ എത്ര കഴിഞ്ഞിട്ടും ആ കിണറിലെ നീരുറവ വറ്റാത്തതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേരിലുള്ള നന്മയുടെ ഉറവയും ഇന്നും വറ്റാതെ നിലനിൽക്കുന്നു എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഈ കിണറിനോടനുബന്ധിച്ച് വളർന്നു വന്ന ഈന്തപ്പനത്തോട്ടം പിന്നീട് മദീനയിലെ ഏറ്റവും വലിയ കൃഷിഭൂമികളിലൊന്നായി മാറി. ഈ തോട്ടത്തിൽ നിന്നും ലഭിച്ചിരുന്ന വരുമാനം സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി പിൽക്കാലത്ത് പ്രത്യേക സംവിധാനങ്ങൾ തന്നെ ഏർപ്പെടുത്തി. ഇസ്ലാമിക ഭരണകൂടങ്ങൾ മാറി മാറി വന്നിട്ടും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ന ആ വലിയ മനുഷ്യന്റെ പേരിൽ തന്നെ ആ സ്വത്തുവകകൾ സംരക്ഷിക്കപ്പെട്ടു പോന്നു. ഇന്ന് നാം കാണുന്ന ആധുനിക യുഗത്തിലും സൗദി അറേബ്യയിലെ ഔക്കാഫ് മന്ത്രാലയം ഈ കിണറും അതിനോട് ചേർന്നുള്ള തോട്ടവും അതീവ ശ്രദ്ധയോടെയാണ് പരിപാലിക്കുന്നത്. നമ്മുടെ സമ്പത്ത് നാം എങ്ങനെ ചെലവഴിക്കണം എന്നതിന് ഇതിലും വലിയൊരു പാഠം ലോകത്ത് വേറെ ലഭിക്കാനില്ല. പലപ്പോഴും നാം ചിന്തിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള പണം ദാനം ചെയ്താൽ അത് കുറഞ്ഞു പോകുമെന്നാണ്. എന്നാൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ്. അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് നാം ചെയ്യുന്ന ഓരോ നന്മയും ഇരട്ടിയായി നമുക്ക് തിരിച്ചു ലഭിക്കും. അന്ന് അദ്ദേഹം നൽകിയ ആ ദിർഹമുകൾക്ക് പകരമായി ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്താണ് അദ്ദേഹത്തിന്റെ പേരിൽ മദീനയിലുള്ളത്. ഒരു മനുഷ്യൻ മണ്ണടിഞ്ഞു പോയാലും അദ്ദേഹം ചെയ്ത നന്മകൾക്ക് മരണമില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുചരന്മാരിൽ ഒരാളായ
ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ദുന്നൂറൈൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ വിനയവും ലജ്ജയും ദാനശീലവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. റൂമക്കിണർ വാങ്ങിയ അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയ സ്വർഗമെന്ന വാഗ്ദാനം ചരിത്രത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്നു. കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ സ്വന്തം സമ്പത്ത് സന്തോഷത്തോടെ നൽകുന്നവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എത്ര വലുതാണെന്ന് നോക്കൂ. ഇന്ന് മദീനയിൽ സന്ദർശനത്തിന് പോകുന്ന ഏതൊരാൾക്കും ഈ ചരിത്രഭൂമി നേരിൽ കാണാൻ സാധിക്കും. അവിടെ എത്തുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക മദീനയിലെ ആ പഴയ കാലഘട്ടമാണ്. വെള്ളത്തിനായി ജൂതന്റെ കയ്യിൽ പണം നൽകാൻ കഴിയാതെ വിഷമിച്ചു നിന്ന ആ പാവപ്പെട്ടവരുടെ മുഖങ്ങളാണ്. അന്ന് ആ മുഖങ്ങളിൽ പുഞ്ചിരി വിടർത്താൻ കാരണമായത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ആ പ്രവൃത്തിയായിരുന്നു. കേവലം ഒരു നേരത്തെ ഭക്ഷണമല്ല, മറിച്ച് കാലങ്ങളോളം നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് നാം സമൂഹത്തിനായി ചെയ്തു കൊടുക്കേണ്ടതെന്ന് ഈ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഇത്തരം ചെറിയ ചെറിയ നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. വലിയൊരു കിണർ വാങ്ങാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും ഒരാളുടെ ദാഹം മാറ്റാനോ വിശക്കുന്നവന് ഒരു പൊതി ഭക്ഷണം നൽകാനോ നമുക്ക് കഴിയുമല്ലോ. ഇത്തരം പ്രവൃത്തികളിലൂടെയാണ് നാം അള്ളാഹുവിനോട് അടുക്കുന്നത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ കഥ നമ്മുടെ ഹൃദയത്തിൽ എന്നും ഒരു പ്രചോദനമായി നിലനിൽക്കട്ടെ. ലോകം മുഴുവൻ കാരുണ്യത്തിന്റെ ഈ സന്ദേശം പകരട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ പദവികൾ സ്വർഗത്തിൽ ഉയർത്തി നൽകട്ടെ. അദ്ദേഹത്തോടൊപ്പം സ്വർഗത്തിൽ ഒത്തുചേരാൻ നമുക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ ചരിത്രത്തിൽ നിന്നും വലിയൊരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നാം ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്മയുടെ ഉറവകൾ വറ്റാതെ കാത്തു സൂക്ഷിക്കാൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ജീവിതം നമുക്ക് എന്നും ഒരു വലിയ പ്രചോദനമാകട്ടെ. ഇതുപോലെയുള്ള മനോഹരമായ ചരിത്രങ്ങളും ഹൃദയസ്പർശിയായ കഥകളും ഇനിയും കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും വലിയൊരു പിന്തുണയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.